ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PQ പർവം LGSന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. LDC എക്സാമുകൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്തു വരുന്ന LDC PQ പർവത്തിന്റെ ക്ലാസ്സസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വരാനിരിക്കുന്ന നമ്മുടെ LGS എക്സാമിന് വേണ്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സെഷനാണ് LGSന്റെ PQ പർവം. കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം LGSന് വളരെ വ്യക്തമായതും വളരെ ലളിതമായിട്ടുള്ള ഒരു സിലബസും അതുപോലെ തന്നെ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ള ഒരു ചോദ്യപേപ്പറാണ് എപ്പോഴും നമുക്ക് വരിക. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ഉയർന്ന കട്ട് ഓഫും വരാറുണ്ട് അല്ലെ. നമ്മൾ ഇന്ന് രസതന്ത്രത്തിന്റെ ഒരു ഏരിയ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം സിലബസിൽ പ്രധാനമായ 5 ടോപ്പിക്കുകളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ 5 ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ ആറ്റവും ആറ്റത്തിന്റെ ഘടനയും എന്ന് പറയുന്ന ഒരു ബേസിക് ടോപ്പിക് എല്ലാ LDC പരീക്ഷകളിലായാലും LGSനായാലും ഷുവർ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക്കാണ്. ദെൻ പീരിയോഡിക് ടേബിൾ ഉൾപ്പെടുന്ന മൂലകങ്ങളുടെ വർഗീകരണം എന്ന ടോപ്പിക്, ദെൻ ഹൈഡ്രജനും ഓക്സിജനും, ധാതുക്കളും ഐരുകളും, രസതന്ത്രം, നിത്യജീവിതത്തിൽ, ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് LGS എക്സാമിന് പഠിച്ചു വെക്കേണ്ടത്. സോ ഇന്ന് നമുക്ക് അതിൽ ഏറ്റവും ഈ LGS എക്സാമുകളുടെ കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള മേഖലകളാണ് നമ്മൾ ആദ്യ സെക്ഷനിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ വേറെ ഒരു ടോപ്പിക്സും പഠിച്ചില്ലെങ്കിലും ഈ മേഖലകൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ LGS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്വന്തമായിട്ട് പഠിക്കുന്നവരും അതുപോലെ തന്നെ ഓഫ്ലൈൻ ബാച്ചുകളിൽ വന്ന് പഠിക്കാൻ പറ്റാത്തവർക്കും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ LGS ജ്വാല എന്നൊരു ഓൺലൈൻ കോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാം. ഓരോ ടോപ്പിക്കിന്റെയും ടോപ്പിക് വൈസ് ഓരോ ടോപ്പിക്കുകളുടെയും ഡീറ്റെയിൽഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അത് കണക്ട് ചെയ്തിട്ടുള്ള എക്സാംസ് അവൈലബിൾ ആയിരിക്കും. PDF നോട്ട്സ് ഉണ്ടാവും. സോ ഇതെല്ലാം ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വരാനിരിക്കുന്ന LGS എക്സാമിന് വളരെ ഉയർന്ന മാർക്ക് നേടാൻ നിങ്ങളെ ഈ കോഴ്സ് ഹെൽപ്പ് ചെയ്യും. സോ ഓഫ്ലൈനിൽ വന്ന് പഠിക്കാൻ പറ്റാത്ത ആൾക്കാർ ഈ ഒരു കോഴ്സ് കൂടെ എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും റീസെന്റ് ആയിട്ട് കഴിഞ്ഞ മാസം 18-ാം തീയതി നടന്ന LGS ലെവലിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ്. അപ്പോൾ ഏത് മേഖലയാണ് നമ്മൾ ആദ്യം കവർ ചെയ്യേണ്ടത്? ഞാൻ 5 ടോപ്പിക്സ് എടുത്തു പറഞ്ഞു. അതിൽ നമുക്ക് ആദ്യം കവർ ചെയ്യേണ്ട മേഖല എന്ന് പറയുന്നത് ധാതുക്കളും ഐരുകളും എന്ന് പറയുന്ന ഒരു സെഷനാണ്. അതിൽ ഒരു LGS നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ എപ്പോഴും ഷുവർ ആയിട്ടും 100% ഉറപ്പായിട്ടൊരു ചോദ്യം വരുന്ന മേഖലയാണ് മിനറൽസ് ആൻഡ് ഓർസ് അല്ലെങ്കിൽ ധാതുക്കളും ഐരുകളും എന്ന് പറയുന്ന ഒരു സെഷൻ. ഒരു ജനറൽ PSCയുടെ ഒരു കുറച്ച് ദിവസങ്ങൾ ക്ലാസ്സുകൾ കേട്ട ഒരാൾക്ക് പോലും ഈ ടോപ്പിക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. ഒരുവിധപ്പെട്ട പോയിന്റ്സ് ഇതിന്റെ പ്രീവിയസുകളൊക്കെ അറിയുന്നവരുമായിരിക്കും നിങ്ങൾ. എന്നാൽ നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ട് ഇതിനകത്ത് LGS പരീക്ഷകൾക്ക് എന്തൊക്കെയാണ് മാക്സിമം നമ്മൾ കവർ ചെയ്യേണ്ട പോയിന്റ്സ് എന്നാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം സാധാരണ ഒരു വൺ വേർഡ് ആയിട്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ മാസം നടന്ന പരീക്ഷയിൽ ഈ ടോപ്പിക്കിൽ നിന്നൊരു പ്രസ്താവന തരത്തിലുള്ള ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. ചോദ്യം എന്താ ഇങ്ങനെയാണ്: താഴെ നൽകിയിരിക്കുന്ന ജോഡികളിൽ നിന്നും തെറ്റായി രേഖപ്പെടുത്തിയ ജോഡിയെ കണ്ടെത്തുക എന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ നമുക്ക് വായിച്ചാൽ കാണാൻ സാധിക്കും അലൂമിനിയം എന്ന് തന്ന ശേഷം ഒരു ഹൈഫൺ തന്ന് ബോക്സൈറ്റ് എന്ന് നൽകിയിരിക്കുന്നു. PSC ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണ്. ഈ ചോദ്യ പേപ്പറുകൾ നിങ്ങൾ ഒരു 10 വർഷം മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുകയാണെങ്കിലും അവിടെയും ഇതേ ചോദ്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്രയും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അലുമിനിയം ബോക്സൈറ്റ് എന്ന് നൽകിയിരിക്കുന്നു. ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അടുത്ത് ഇരുമ്പ് ക്രയോലൈറ്റ് എന്ന് നൽകിയിരിക്കുന്നു. ഈ ക്രയോലൈറ്റ് എന്ന ടേം റീസെന്റ് ഒരുപാട് പരീക്ഷകളിൽ വന്നതായിട്ട് നമ്മൾ കണ്ടു, ഫാം വർക്കർ എക്സാമിന് ഉൾപ്പെടെ. അതുപോലെ അടുത്ത് സിങ്ക് കലാമിൻ എന്ന് നൽകിയിരിക്കുന്നു. കോപ്പർ കുപ്രൈറ്റ് എന്ന് നൽകിയിരിക്കുന്നു. ഇതിൽ തെറ്റായത് ഏത് ജോഡി എന്ന് തിരഞ്ഞെടുക്കാനാണ് ചോദ്യം. ഇതിൽ അലുമിനിയം ബോക്സൈറ്റ് എന്നത് ശരിയാണെന്ന് നമുക്കറിയാം. അതുപോലെ സിങ്ക് കലാമിൻ ഏറ്റവും അടുത്ത് കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളിലായിട്ട് PSC നടത്തിയ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചത് ഈ ഒരു സിങ്ക് കലാമിൻ എന്ന ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് അറിയാം. ദെൻ കോപ്പറിന്റെ ഒരു ഫോമാണ്, കോപ്പറിന്റെ ഒരു ധാതുവാണ് കുപ്രൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ചോദ്യത്തിൽ നമുക്ക് കാണാം തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ ഓപ്ഷനാണ്. രണ്ടാമത്തേതാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ധാതുക്കളും ഐരുകളും എന്താണ്, ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആദ്യം പഠിക്കുന്നു. പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏത് SCERT ചാപ്റ്ററാണ് ഇതിനെ കവർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കണം. ആ അധ്യായത്തിലതും അല്ലാത്തതുമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ്, കമ്പൾസറി പോയിന്റ്സ് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഇവിടെ ഈ ഒരു അധ്യായം ഡീൽ ചെയ്യുന്നത് ആക്ച്വലി മെറ്റലുകളെ പറ്റിയിട്ടാണ്. മെറ്റലുകൾ, ധാതുക്കളും ഐരുകളും എന്ന് പറയുന്ന ഈ ഒരു സെഷൻ പഠിക്കാനായിട്ട് നമ്മൾ 10ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായമായ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് അല്ലെങ്കിൽ ലോഹ നിർമ്മാണം എന്ന് പറയുന്ന ഒരു അധ്യായമാണ് പഠിച്ചു വെക്കേണ്ടത്. ഈ അധ്യായത്തിലെ എല്ലാ പോയിന്റ്സും പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാട് അഡ്വാൻസ്ഡ് പോയിന്റ്സ് അതിനകത്തുണ്ട്. LD ലെവലിലുള്ള പരീക്ഷകളിലാണ് ഇതിലുള്ള ഹയർ ലെവൽ ഓഫ് സ്റ്റേറ്റ്മെന്റുകളൊക്കെ വരാറ്. എന്നാൽ വരാനിരിക്കുന്ന LGS എക്സാമിന് ഈ ഒരു അധ്യായത്തിലെ ആ പോയിന്റുകളെ കൂടി നമുക്ക് പരിഗണിച്ചേ പറ്റുള്ളൂ. എക്സാം സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണെങ്കിൽ ആ നല്ല ചോദ്യങ്ങൾ കൂടെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ അധ്യായമാണ് നിങ്ങൾ കവർ ചെയ്ത് പഠിച്ചിട്ട് പോകേണ്ടത്. അതിനു മുമ്പ് നമ്മൾ ആദ്യം പഠിക്കുന്നത് ധാതുക്കളും ഐരുകളും തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റിയിട്ടാണ്. എന്താണ് മിനറൽസ് ആൻഡ് ഓർസ് എന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞു മെറ്റലുകളെ പറ്റിയിട്ടാണ് ഈ ഒരു അധ്യായത്തിൽ പറയുന്നത് അല്ലെ. പീരിയോഡിക് ടേബിളിൽ 118 മൂലകങ്ങളാണ് ടോട്ടൽ ഉള്ളതെന്ന് നമുക്കറിയാം. അതിനകത്ത് ലോഹങ്ങളും ലോഹമല്ലാത്ത അലോഹങ്ങളും ഉത്കൃഷ്ടവാതകങ്ങളും ഉപലോഹങ്ങളും എല്ലാം ചേർന്നിട്ടാണ് ഈ 118 പേര്. ഇതിൽ നമ്മൾ ഒരു ലോഹങ്ങളെ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലോഹങ്ങൾ പലരും പല പല സ്വഭാവമുള്ള ആൾക്കാരാണ്. ലോഹങ്ങൾ ഓരോ
ഓരോന്നും രാസപ്രവർത്തനത്തിൽ വ്യത്യസ്ത സ്പീഡിലാണ് റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് അവരെ ക്രിയാശീലത എന്ന് വിളിക്കാം, റിയാക്ടിവിറ്റി എന്ന് വിശേഷിപ്പിക്കാം. ഓക്കെ, അപ്പോ ലോഹങ്ങളുടെ ക്രിയാശീലത വ്യത്യസ്തമാണ്. ചില ലോഹങ്ങൾ വളരെ ക്രിയാശീലത കൂടിയവരാണ്, ചിലര് അങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് കെമിക്കൽ റിയാക്ഷൻസിലൊന്നും പങ്കെടുക്കാത്ത ആൾക്കാരാണ്. അപ്പൊ അവർക്ക് റിയാക്ടിവിറ്റി കുറവായിരിക്കും. അങ്ങനെയാണ് ലോഹങ്ങളുടെ രീതികൾ. ഇവിടെ നമ്മളിപ്പോ മെറ്റൽസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാണ്. ക്രിയാശീലത കൂടിയ ലോഹങ്ങളെന്നും ക്രിയാശീലത കുറഞ്ഞ ലോഹങ്ങളെന്നും നമുക്കൊന്ന് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ധാതുക്കളും അയിരുകളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ആദ്യം പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ മെറ്റലുകളെയൊക്കെ നമുക്ക് ആക്ച്വലി എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ മെറ്റലുകളെല്ലാം നമുക്ക് ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അലുമിനിയം ആയാലും ഇരുമ്പായാലും കോപ്പർ ആയാലും ഈ പറയുന്ന മെറ്റലുകളെല്ലാം നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുണ്ട്. ഇവരെ നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? ഭൂവൽക്കത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലം എർത്ത് ക്രസ്റ്റിൽ നിന്നാണ് നമ്മൾ ഈ മെറ്റലുകളെയൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഭൂവൽക്കത്തിൽ നിന്നും ഇവരെ ഖനനം ചെയ്ത് അല്ലെങ്കിൽ കുഴിച്ചെടുക്കുന്ന സമയത്ത് ക്രിയാശീലത കൂടിയ ലോഹങ്ങൾ ആ കൂട്ടത്തിലുണ്ട്, കുറഞ്ഞ ലോഹങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് പാഠഭാഗത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 10ാം ക്ലാസ്സിലെ പാഠഭാഗത്ത് തന്നെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. നിങ്ങൾ അവർ തന്നെ പഠിച്ചു വയ്ക്കുക. ഇപ്പൊ പൊതുവെ നമ്മുടെ ഭൂമിയിലുള്ള മെറ്റൽസിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് ക്രിയാശീലത കൂടിയ ലോഹങ്ങൾക്ക് ഉദാഹരണമാണ് സോഡിയം, അതുപോലെ പൊട്ടാസ്യം, കാൽഷ്യം, മെഗ്നീഷ്യം, അലുമിനിയം ഇതുപോലുള്ള ലോഹങ്ങൾ. ഓക്കെ, ഇവർ കണ്ടോ കമ്പാരിറ്റീവ്ലി ഇവർ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സ്പീഡ് കൂടുതലാണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഇങ്ങനെ കെമിക്കൽ റിയാക്ഷനിൽ സ്പീഡ് കൂടിയ ക്രിയാശീലത കൂടിയ ലോഹങ്ങളെ നമ്മൾ മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പൊ ഇവര് പൊതുവെ സ്വതന്ത്രമായിട്ടിരിക്കാനാണോ സാധ്യത കൂടുതൽ, മറ്റ് മൂലകങ്ങളുമായി ചേർന്ന് സംയുക്ത അവസ്ഥയിൽ ഇരിക്കാനാണോ സാധ്യത കൂടുതൽ? ഉറപ്പായിട്ടും അവർ സംയുക്ത അവസ്ഥയിൽ ഇരിക്കാനായിരിക്കും സാധ്യത കൂടുതൽ. കറക്റ്റ് അല്ലേ? ഇത് പാഠഭാഗത്തുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് പഠിച്ചു വെക്കുക. നാളെ നമ്മുടെ എക്സാമിന് ശരിയോ തെറ്റോ എടുക്കാൻ ചോദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ക്രിയാശീലത കൂടിയ ലോഹങ്ങൾ ഭൂമിയിൽ പൊതുവെ സംയുക്ത അവസ്ഥയിലായിരിക്കും കാണപ്പെടുന്നത്. അതായത് ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ ഇവരെ പോലുള്ള ആൾക്കാർ പൊതുവെ കോമ്പൗണ്ട് ഫോമിലായിരിക്കും മണ്ണിനടിയിൽ എക്സിസ്റ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ക്രിയാശീലത കുറഞ്ഞ ലോഹങ്ങൾ എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇവർ അങ്ങനെ ഇങ്ങനെ രാസപ്രവർത്തനങ്ങളിലൊന്നും പെട്ടെന്ന് ഏർപ്പെടാത്ത ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിലോ ഭൂമിയിൽ പെട്ടെന്ന് മറ്റ് എലമെന്റ്സുമായിട്ട് കമ്പൈൻ ചെയ്യുമോ? ഇല്ല, അവരിയ്ക്കുന്നത് സ്വതന്ത്ര അവസ്ഥയിൽ ഇരിക്കാനായിരിക്കും സാധ്യത കൂടുതൽ അല്ലെ. അപ്പൊ ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് പഠിച്ചു വെക്കുക. അതായത് ക്രിയാശീലത കുറഞ്ഞ ലോഹങ്ങളാണെങ്കിൽ അവർ പൊതുവെ സ്വതന്ത്ര അവസ്ഥയിലായിരിക്കും കാണപ്പെടുന്നത്. അതിന് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളായിട്ട് നമുക്ക് ആരെയൊക്കെ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ്, അതുപോലെ സിൽവർ, ദെൻ പ്ലാറ്റിനം, കോപ്പർ മുതലായ ലോഹങ്ങളെയാണ് എടുക്കേണ്ടത്. ഇവര് മറ്റ് ലോഹങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ റിയാക്ടിവിറ്റി കുറഞ്ഞ ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും അതിന്റെ എക്സാമ്പിൾസ് നോക്കി വെക്കുക. ക്രിയാശീലത കൂടിയ ലോഹങ്ങളാണെങ്കിൽ സംയുക്ത അവസ്ഥയിലും ക്രിയാശീലത കുറഞ്ഞവരാണെങ്കിലും പൊതുവെ സ്വതന്ത്ര അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു റിയാക്ടിവിറ്റി കൂടിയ ആൾക്കാർ സംയുക്ത അവസ്ഥയിൽ കാണപ്പെടും അല്ലെ. അപ്പോ നമ്മുടെ ഭൂവൽക്കത്തിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? PSC യുടെ ഒരു മാർക്കിന്റെ ചോദ്യമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? മൂലകം ഏതെന്ന് ചോദിച്ചാൽ ഓക്സിജൻ ആണ് ഉത്തരം. എന്നാൽ ലോഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലുമിനിയം ആണ്. അലുമിനിയം ചോദ്യം ശ്രദ്ധിച്ചേക്കുക. ഇത് PSC എപ്പോഴും നമ്മളെ തെറ്റിക്കാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത് എന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ. സെക്കൻഡ് മോസ്റ്റ് എലമെന്റ് ഏതെന്ന് ചോദിച്ചാൽ അത് സിലിക്കൺ ആണ്. രണ്ടാമത് ഏറ്റവും കൂടുതലുള്ള മൂലകം സിലിക്കൺ ആണ്. എന്നാൽ തേർഡ് മോസ്റ്റ് എലമെന്റ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അലുമിനിയം. എന്നാൽ അവരിൽ ലോഹമായിട്ടുള്ളത് അലുമിനിയം ആയതുകൊണ്ട് ഇങ്ങനൊരു ചോദ്യം കൂടെ വരും. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ആര് എന്ന് ചോദിച്ചാൽ അലുമിനിയം ആണ്. അപ്പൊ ഈ അലുമിനിയം ഉണ്ടാക്കുന്ന ഒരുപാട് കോമ്പൗണ്ടുകൾ ഭൂമിയുടെ അടിയിൽ കാണും അല്ലെ. നമ്മളിപ്പോ പറഞ്ഞു ക്രിയാശീലത കൂടിയ ലോഹങ്ങളിൽ ഒരാളാണ് അലുമിനിയം. അപ്പൊ അലുമിനിയത്തിന്റെ ഒരുപാട് സംയുക്തങ്ങൾ ഭൂമിയിൽ നമുക്ക് കാണാൻ സാധിക്കും. നോക്കാം, അലുമിനിയം പ്രധാനമായും കാണപ്പെടുന്ന കുറച്ച് സംയുക്തങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് നൽകിയിരിക്കുന്നത് ബോക്സൈറ്റ് ആണ്. ബോക്സൈറ്റിനെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ബോക്സൈറ്റ്. ഈ ബോക്സൈറ്റിന്റെ കെമിക്കൽ ഫോർമുല പഠിച്ചു വെക്കുക. നമ്മളിവിടെ കുറച്ച് ആൾക്കാരെ മാത്രം കെമിക്കൽ ഫോർമുല സെലക്റ്റീവ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അവരെ മാത്രം നിങ്ങൾ എടുത്തു പഠിക്കുക. കാരണം അത് പാഠഭാഗത്തുള്ളതാണ്. നമുക്ക് എക്സാമിന് ചോദിക്കുമ്പോഴും അത് ചോദിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പൊ ബോക്സൈറ്റിന്റെ കെമിക്കൽ ഫോർമുല ഇതുവരെ പഠിക്കാത്ത ഒരാൾ ശ്രദ്ധിച്ചോ, LGS എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. ഇത് ഓൾറെഡി വന്നു കഴിഞ്ഞു, LD ലെവൽ എക്സാമിന് പോലും വന്നു കഴിഞ്ഞു. ബോക്സൈറ്റിന്റെ രാസസൂത്രം എന്താണ്? ഉത്തരം Al2O3 2H2O എന്നാണ്. Al2O3 2H2O. അതെന്താണ് ഇവിടെ 2H2O എന്ന് എഴുതിയിരിക്കുന്നതെന്ന് കുറച്ചു പേർക്ക് ഡൗട്ട് വരാം. ഇതൊരു ഹൈഡ്രേറ്റഡ് കോമ്പൗണ്ട് ആണ്. ഇതിനകത്ത് ജലാംശമുണ്ട്. ഒരു അലൂമിനിയം ഓക്സൈഡിന്റെ അകത്ത് 2 ജലതന്മാത്രകൾ ചേർന്ന ഒരു ഡൈഹൈഡ്രേറ്റഡ് ഫോം ആണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ അങ്ങനെയൊന്നും പഠിക്കേണ്ട, ഈ കെമിക്കൽ ഫോർമുല അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. അലൂമിനിയം ഓക്സൈഡ് Al2O3 ഡോട്ടിട്ട ശേഷം 2H2O, 2 വാട്ടർ മോളിക്യൂൾസും കൂടെ ചേരുന്ന ഒരു കെമിക്കൽ ഫോർമുലയാണ് ആർക്കുള്ളത്? ബോക്സൈറ്റിനുള്ളത്. അപ്പൊ ബോക്സൈറ്റ്, അതിനകത്ത് അലുമിനിയം ഇരിപ്പുണ്ട് അല്ലെ. അടുത്ത കെമിക്കലാണ് ക്രയോലൈറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ക്രയോലൈറ്റ്. ഞാൻ പറഞ്ഞു റീസെന്റ് നടന്ന LGS ലെവലുകളിലും LDC മെയിൻ എക്സാമുകളിലും ഒക്കെ ചോദിച്ച ഒരു ചോദ്യമാണ് ക്രയോലൈറ്റ്. ക്രയോലൈറ്റ് എന്ന് പറയുന്നതും അലുമിനിയത്തിന്റെ ഒരു സംയുക്തമാണ്. ഭൂമിയുടെ അടിയിൽ അലുമിനിയം കാണപ്പെടുന്ന ഒരു സംയുക്തമാണ്. കെമിക്കൽ ഫോർമുല ഇതുവരെ ചോദിച്ചില്ല, പക്ഷെ നാളെ ഒരു എക്സാമിന് ചോദിക്കും. Na3Al F6 എന്നാണ് കെമിക്കൽ ഫോർമുല. എന്താണ്? Na3Al F6. ഓക്കെ,
നമുക്ക് കാണാൻ സാധിക്കും, അതിനകത്തും അലുമിനിയം എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട്. ഇനി അടുത്തത് കളിമണ്ണാണ്. കളിമണ്ണ് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന LGS എക്സാമിന്റെ ചോദ്യമായിരുന്നു. കളിമണ്ണിന്റെ രാസനാമം എന്ത് എന്നായിരുന്നു പരീക്ഷയുടെ ചോദ്യം. കളിമണ്ണിന്റെ കെമിക്കൽ നെയിം എന്താണ്? കെമിക്കൽ നെയിം ആദ്യം പഠിച്ചു വെക്കുക. നമുക്കറിയാം മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കയാണ്. സിലിക്കൺ ഡയോക്സൈഡിനെയാണ് മണ്ണെന്ന് വിളിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ അലൂമിനിയത്തിന്റെ കോമ്പൗണ്ട് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ കളിമണ്ണ് എന്ന് പറയുമ്പോൾ അപ്പൊ എന്തായിരിക്കും? അലൂമിനിയം സിലിക്കേറ്റ് എന്നാണ് അതിന്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത്. അലൂമിനിയം സിലിക്കേറ്റ്. ഇനി ഇതിന്റെ കെമിക്കൽ ഫോർമുല പഠിക്കാനും കുറച്ച് കാണുമ്പോൾ വലിയ ഇക്വേഷൻ ആയിട്ട് തോന്നും. ഒന്നുമില്ല, നിങ്ങൾ ബോക്സൈറ്റിന്റെ ഇക്വേഷൻ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു അല്ലെ? എന്താ നോക്കിയേ, Al2O3 2H2O എന്നല്ലേ പഠിച്ചത്. ഇനി ഇതിന്റെ നടുക്കായിട്ട് മണ്ണിന്റെ ഇക്വേഷൻ കൂടെ എഴുതുക. 2SiO2, 2 സിലിക്കയുടെ ഇക്വേഷൻ കൂടെ കൊടുക്കുക. അപ്പൊ എന്തായി? Al2O3 2SiO2 2H2O. ഇങ്ങനെ എഴുതുമ്പോൾ കളിമണ്ണിന്റെ ഇക്വേഷൻ ആയി. ഓക്കെ ആയല്ലോ. സോ ഇത് പേര് പഠിച്ചു വെക്കുക, അലുമിനിയം സിലിക്കേറ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇനി അടുത്തൊരു പേര് ശ്രദ്ധിച്ചോണേ. നമ്മുടെ ക്രയോലൈറ്റ് എന്ന പേരിനോട് സാമ്യതയുള്ള വേറൊരു പേരാണ് കയോലിനൈറ്റ് എന്ന് പറയുന്നത്. കയോലിനൈറ്റ് തെറ്റിക്കാൻ വേണ്ടി നാളെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഭൂമിയിൽ അലുമിനിയത്തിന്റെ മറ്റൊരു സംയുക്ത അവസ്ഥയാണ് കയോലിനൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റു ചില കോമ്പൗണ്ടുകളെ നോക്കാം. ഡയാസ്പോർ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഫോം, അതുപോലെ ഫെൽസ്പാർ. ഇതൊക്കെ +2 ലെവൽ ടെക്സ്റ്റിലുള്ള ടേംസ് ആണ് കേട്ടോ. ഇനി +2 ലെവൽ ടെക്സ്റ്റ് ഞങ്ങൾ പഠിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് രസതന്ത്രം നിത്യജീവിതത്തിൽ എന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ചില മെഡിസിൻസ്, അതുപോലെ സോപ്പുകൾ, ഡിറ്റർജന്റുകൾ എന്നുള്ള മേഖലയിൽ നിന്നൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ, ഒരു 3 വർഷങ്ങൾക്ക് മുമ്പുള്ള പരീക്ഷകളിലൊക്കെ അതിലെ എക്സാമ്പിൾസ് ഒക്കെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ സെലക്റ്റീവ് ആയിട്ട് നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കുറച്ച് ഏരിയകൾ മാത്രം, കുറച്ച് എക്സാമ്പിളുകളൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവരെല്ലാം ഞാൻ നിങ്ങൾക്ക് സോർട്ട് ചെയ്ത് തരുന്നതാണ്. ഇവിടെ നോക്കിക്കേ, ഡയാസ്പോർ എന്ന് പറയുന്നത് അലുമിനിയത്തിന്റെ ഒരു ഫോം ആണെന്ന് പഠിക്കുക. അതുപോലെ ഫെൽസ്പാർ. ഓക്കെ, അടുത്തത് കൊറണ്ടം, പിന്നെ അലുമിന. ഈ കൊറണ്ടം എന്ന് പറയുന്നത് സെക്കൻഡ് മോസ്റ്റ് ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഓൺ എർത്ത് ക്രസ്റ്റ് എന്നാണ് പറയുക. ഓക്കെ, കൊറണ്ടം. ഈ കൊറണ്ടം എന്ന ടേം വജ്രം കഴിഞ്ഞാൽ രണ്ടാമത് ഏറ്റവും കാഠിന്യമുള്ള വസ്തുവായിട്ട് കൊറണ്ടത്തെയാണ് പറയുന്നത്. കൊറണ്ടം എന്ന് പറഞ്ഞാലും അലുമിനിയം ഓക്സൈഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചിരിക്കേണ്ടത് എല്ലാ അലുമിനിയത്തിന്റെ സംയുക്തങ്ങളാണ് എന്നുള്ളതാണ്. ഇനി ഈ കൊറണ്ടം കഴിഞ്ഞാൽ പേരിനോട് സാമ്യമുള്ള മറ്റൊരു കോമ്പൗണ്ടിനെ PSC ചോദിക്കാറുണ്ട്. അതാണ് കാർബോറണ്ടം എന്ന് പറയുന്നത്. കണ്ടോ, റൈമിംഗ് വേർഡാണ്, ഏകദേശം കേട്ടാൽ ഒരുപോലെ നമുക്ക് തോന്നും. കാർബോറണ്ടം. എന്താണ് കാർബോറണ്ടം എന്നാണ് PSC ചോദിക്കുക. ഇതിന് അലുമിനിയം ആയിട്ട് ഒരു ബന്ധവുമില്ല. കാർബോറണ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിക്കൺ കാർബൈഡ് എന്നാണ് പറയുക. SiC അഥവാ സിലിക്കൺ കാർബൈഡ്. ഇതാണ് മറ്റൊരു കെമിക്കൽ. ഓക്കെ, അപ്പൊ അത് പറഞ്ഞത് കണക്ടിങ് ഫാക്ട് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അലുമിനിയത്തിന്റെ ഒരു അൺഹൈഡ്രസ് ഫോമായ അലുമിന, Al2O3. ഇതിനാണ് അലുമിന എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിപ്പോ കുറെ കോമ്പൗണ്ടുകളെ പറഞ്ഞു അല്ലെ. ബോക്സൈറ്റ് പറഞ്ഞു, ക്രയോലൈറ്റ്, കളിമണ്ണ്, കയോലിനൈറ്റ്, അതുപോലെ തന്നെ ഡയാസ്പോർ, ഫെൽസ്പാർ, കൊറണ്ടം, ഇങ്ങനെയുള്ള കെമിക്കൽ കോമ്പൗണ്ട്സുകളെ പറഞ്ഞു. ഈ കോമ്പൗണ്ടുകളുടെ എല്ലാം പ്രത്യേകത, ഇവരെല്ലാം ഭൂമിയിൽ പ്രകൃതിദത്തമായിട്ട് കാണപ്പെടുന്ന ആൾക്കാരാണ്. നമ്മൾ ഇവരെ സാധാരണ ഖനനത്തിലൂടെയാണ് വേർതിരിച്ചെടുക്കുന്നത്, മൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഡെഫിനിഷൻ സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് പോവാം. ഭൂമിയിൽ പ്രകൃതിദത്തമായി കാണപ്പെടുന്നതും ഖനനത്തിലൂടെ വേർതിരിച്ചെടുക്കുന്നതുമായ ലോഹങ്ങളെയോ അല്ലെങ്കിൽ ലോഹ സംയുക്തങ്ങളെയോ ജനറലി പറയുന്ന പേരാണ് ധാതുക്കൾ. അപ്പൊ നമ്മുടെ സിലബസിലെ ടോപ്പിക് തന്നെ ധാതുക്കളും അയിരുകളും എന്നാണ് അല്ലെ. അപ്പൊ ധാതു അഥവാ മിനറൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് അതിന്റെ ഡെഫിനിഷൻ കൊടുക്കേണ്ടത്. ഭൂമിയിൽ പ്രകൃതിദത്തമായിട്ട് കാണപ്പെടുന്നതും നമുക്ക് മൈനിങ്ങിലൂടെ അല്ലെങ്കിൽ ഖനനത്തിലൂടെ വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നതുമായ ഒരു ലോഹത്തെയോ അല്ലെങ്കിൽ ലോഹത്തിന്റെ കോമ്പൗണ്ടുകളെയോ നമ്മൾ ജനറലി വിളിക്കുന്ന പേരാണ് ധാതുക്കൾ അഥവാ മിനറൽസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. ഓക്കെ, അപ്പൊ ഞാനിപ്പോ എണ്ണി പറഞ്ഞ എല്ലാവരും അലുമിനിയത്തിന്റെ എന്താണ്? ധാതുക്കൾ. ഞാനിപ്പോ വായിച്ചവരെല്ലാം അലുമിനിയത്തിന്റെ കോമ്പൗണ്ട്സ് അല്ലേ. ഈ കോമ്പൗണ്ടുകളെ എല്ലാവരെയും നമുക്ക് ജനറലി എന്തെന്ന് വിളിക്കാം? അലുമിനിയത്തിന്റെ ധാതുക്കളാണ് എന്ന് വിളിക്കാം. അപ്പൊ അതിന്റെ അർത്ഥം ഈ പറയുന്ന എല്ലാ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ എല്ലാ മിനറൽസിനകത്തും അലുമിനിയം ഉണ്ട്. നമുക്ക് ഏതിനെ പ്രോസസ് ചെയ്താലും അലുമിനിയം കിട്ടും എന്നാണല്ലോ അതിന്റെ അർത്ഥം. ആണ്. ഇനി നമ്മൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായിട്ട് നമ്മളിപ്പോൾ അലുമിനിയം വളരെ അത്യാവശ്യമുള്ള ഒരു മെറ്റലാണ്. നമുക്കറിയാം, പാത്രങ്ങൾ ഉണ്ടാക്കാൻ അലുമിനിയം വേണം. അലുമിനിയം ഫോയിൽസ് ഉണ്ടാക്കുന്നു. അതുപോലെ വൈദ്യുത കമ്പികൾ, നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റിലുള്ള വൈദ്യുത കമ്പികൾ അലുമിനിയം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അലുമിനിയം ഒരുപാട് ആവശ്യമുള്ള ഒരു മെറ്റലാണ് അല്ലെ. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഏത് കോമ്പൗണ്ടിനെ പ്രോസസ് ചെയ്താലും നമുക്ക് അലുമിനിയത്തെ കിട്ടും ചെയ്യും. എന്നാൽ നമ്മൾ അലുമിനിയത്തെ വേർതിരിച്ചെടുക്കാൻ പോകുമ്പോൾ ആ പെർട്ടിക്കുലർ ധാതുവിന് ഉണ്ടായിരിക്കേണ്ട ചില ക്വാളിറ്റീസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഇപ്പൊ കളിമണ്ണ് എടുക്കുന്നു, ബോക്സൈറ്റ് എടുക്കുന്നു, ക്രയോലൈറ്റ് എടുക്കുന്നു, ഇവരെല്ലാവരും എടുത്തുകൊണ്ട് പോയി നമ്മൾ പ്രോസസ് ചെയ്യുന്നില്ല അലുമിനിയത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ ഇതിൽ ഒരു ധാതുവിനെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിനുണ്ടായിരിക്കേണ്ട ചില പ്രത്യേക ഗുണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് പാഠഭാഗത്ത് ഒരു 3 പോയിന്റ്സ് എടുത്തു തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചിലപ്പോൾ നമുക്ക് ചോദിക്കാം. ഒന്നാമത്തത്, ആ ധാതു വളരെ സുലഭമായിരിക്കണം. സുലഭമായിരിക്കണം എന്ന് വെച്ചാൽ ആ ധാതു വളരെ അബണ്ടന്റ് ആയിട്ട് ഒരുപാട് ഭൂമിയിൽ ഉണ്ടായിരിക്കണം.
അല്ലെ, എന്നാലേ നമുക്ക് അതിൽ നിന്ന് അലുമിനിയത്തെ എടുക്കാൻ സാധിക്കുള്ളൂ. ഇനി മറ്റൊന്ന്, എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കണം. അതായത് ആ പെർട്ടിക്കുലർ ധാതുവിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ടും അതുപോലെ തന്നെ ആ ചെലവ് കുറഞ്ഞ രീതിയിലും നമുക്ക് അതിനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റണം ആ മെറ്റലിനെ. ഇനി മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ലോഹത്തിന്റെ അംശം കൂടിയിരിക്കണം. അതായത് ആ ധാതുവിന്റെ അളവ് മാത്രം ഭൂമിയിൽ കൂടിയിരുന്നാൽ പോരാ, ആ പെർട്ടിക്കുലർ ധാതുവിന്റെ അകത്ത് നമുക്ക് വേണ്ട മെറ്റൽ ആരാണോ അയാളുടെ അളവ് കൂടിയിരിക്കണം. ക്ലിയർ ആയോ പറയുന്നത്? ഈ 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചതാണെങ്കിൽ ഈ പോയിന്റുകളിലൂടെ എല്ലാം കടന്നു പോയിട്ടുണ്ടാവും. പക്ഷേ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ആൾ ശ്രദ്ധിച്ചോ, ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ചോദിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ധാതുവിന് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. എല്ലാ ധാതുക്കൾക്കും ഈ ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എല്ലാവർക്കും ഈ ഫീച്ചേഴ്സ് ഉണ്ടാവുമോ? ഇവരെല്ലാം അബണ്ടന്റ് ആയിട്ട് കാണപ്പെടുവോ? ഇല്ല. അപ്പോൾ ഒരു മിനറലിനെ നമ്മൾ ചൂസ് ചെയ്യാണ് ഫോർ ദ എക്സ്ട്രാക്ഷൻ. അതിൽ ഈ 3 ക്വാളിറ്റീസും കമ്പാരിറ്റീവ്ലി ഒരാൾക്ക് ബെറ്റർ ആയിരിക്കും അല്ലെ. അപ്പൊ അല്ലെങ്കിൽ അതിൽ നമുക്ക് ഒരാളെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ക്വാളിറ്റീസ് എല്ലാം ഉണ്ട്, നമുക്ക് മെറ്റലിനെ വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരാളെ കണ്ടെത്തി അയാളെ മാത്രം നമ്മൾ പെർട്ടിക്കുലർലി വിളിക്കുന്ന പേര് മറ്റൊന്നാണ്. അതാണ് അയിര് അഥവാ ഓർ എന്ന് പറയുന്ന പേര്. ഓക്കെയാണ്. ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഏത് ധാതുവിൽ നിന്നാണോ ശുദ്ധലോഹത്തെ വേർതിരിച്ചെടുക്കുന്നത് അതിനെ ആ ലോഹത്തിന്റെ അയിര് എന്ന് വിളിക്കുന്നു. പോയിന്റ് ക്ലിയർ ആയോ? നമ്മളിപ്പോ 6 7 ധാതുക്കളുടെ പേര് വായിച്ചു. എന്നാൽ എല്ലാ ധാതുവിൽ നിന്നും നമ്മൾ ആ അലുമിനിയത്തെ പ്രോസസ് ചെയ്യുന്നില്ല. നമ്മൾ ഈ പറഞ്ഞ ക്വാളിറ്റീസ് എല്ലാം ഒത്തുവരുന്ന, അതായത് ഈ പറഞ്ഞ 3 പോയിന്റ്സും ഒരുപോലെ നമുക്ക് ഒത്തിണങ്ങി വരുന്ന ഒരാളെ നമ്മൾ ചൂസ് ചെയ്യുന്നു. അയാളെയാണ് അയിര് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏത് ധാതുവിൽ നിന്നാണോ നമ്മളൊരു ലോഹത്തെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത് അയാളെ മാത്രം പെർട്ടിക്കുലർലി വിളിക്കുന്ന പേരാണ് അയിര് അഥവാ ഓർ എന്ന് പറയുന്നത്. ഇപ്പൊ ധാതുവും അയിരും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഭൂമിയിൽ ഒരു മെറ്റലിന്റെ ധാതുക്കൾ ഒരുപാട് ഉണ്ടാവും. എന്നാൽ പെർട്ടിക്കുലർലി നമ്മൾ ഏതിൽ നിന്നാണോ ആ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്ത് അതിനെ അയിരെന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അലുമിനിയത്തിന് നമ്മളിപ്പോൾ വായിച്ചതിൽ കമ്പാരിറ്റീവ്ലി ഏറ്റവും ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്ന ആള് അത് ആരായിരിക്കും? അത് ഒരു സംശയമില്ല, ബോക്സൈറ്റ് എന്ന് പറയുന്ന ധാതുവാണ്. അതുകൊണ്ട് ബോക്സൈറ്റിന് മാത്രം നമ്മൾ അലുമിനിയത്തിന്റെ അയിര് അല്ലെങ്കിൽ ഓറ് എന്ന പേര് കൊടുത്തിരിക്കുന്നു. പറയുന്നത് മനസ്സിലായോ? അതായത് ഇത്രയും ധാതുക്കൾ ഉണ്ട്, അതിൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള ആള് ബോക്സൈറ്റ് ആയതുകൊണ്ട് ബോക്സൈറ്റിനെ നമ്മൾ അലുമിനിയത്തിന്റെ അയിര് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഒരു കൺഫ്യൂസിംഗ് ഫാക്ട് ഇവിടെ പാഠഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഈ ഫാക്ട് റീസെന്റ് നടന്ന LGS പരീക്ഷകളിലും LDCക്കും ഒക്കെ ചോദിച്ചു കഴിഞ്ഞു. ഇനിയും വരുന്ന പരീക്ഷയ്ക്കും വരാം. ഈ 2 സ്റ്റേറ്റ്മെന്റുകളെ മാത്രം തന്നുകൊണ്ട് ശരിയോ തെറ്റോ എന്നായിരുന്നു പരീക്ഷയ്ക്ക് വന്നത്. ചോദ്യം ശ്രദ്ധിക്കുക. ആ സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെയാണ്: എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളല്ല എന്നാണ് ആ സ്റ്റേറ്റ്മെന്റ്. ഒന്നുകൂടെ മനസ്സിലാക്കി നമുക്ക് റീഡ് ചെയ്യാം. നമ്മളിപ്പോ പറഞ്ഞു എല്ലാ അയിരുകളും, ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ബോക്സൈറ്റ് എന്ന അയിര് ഒരു വൺ ഓഫ് ദ ധാതുവാണ് അല്ലെ, ധാതുവാണ്. എന്നാൽ എല്ലാ ധാതുക്കളും അയിരായോ? ഇല്ല. അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പോയിന്റ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ ഇവിടെയുള്ള എല്ലാ ധാതുക്കളും എന്തല്ല? അയിരുകളല്ല. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ശരിയോ തെറ്റോ എന്ന് നമുക്ക് വീണ്ടും ചോദിക്കും. അതുകൊണ്ട് ഒന്നുകൂടെ പഠിച്ചു വെക്കുക. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും എന്തല്ല? അയിരുകൾ അല്ല. അപ്പൊ ഇതാണ് ധാതുവും അയിരും തമ്മിലുള്ള വ്യത്യാസം. ഇനി നിങ്ങൾ എന്താണ് ഇതിന്റെ തുടർച്ചയായിട്ട് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു LGS എക്സാമിനും പൊതുവെ ചോദിക്കുന്നത് ഒരു മെറ്റലിന്റെ അയിര് തന്ന ശേഷം അത് ഏത് മെറ്റലിന്റെ അയിരാണ്, അല്ലെങ്കിൽ ഒരു മെറ്റലിന്റെ പേര് തന്ന ശേഷം ഈ മെറ്റലിന്റെ അയിര് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് എന്നൊക്കെ കണ്ടെത്താനുള്ള ചോദ്യമാണ് വരിക. അതിന്റെ ഒരു ടഫ് ഏരിയയിലോട്ടൊന്നും PSC ഇതുവരെ LGS എക്സാമിൽ പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു സെഷനകത്ത് നമ്മൾ ഇനി അങ്ങോട്ട് അലുമിനിയത്തിന്റെ ഈ ബോക്സൈറ്റ് ഉൾപ്പെടെ നമ്മൾ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന മെറ്റലുകളും അവരെ വേർതിരിച്ചെടുക്കുന്ന അയിരുകളെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ് ആണ് അല്ലെ. എന്നാൽ അടുത്ത് അലുമിനിയം പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഇരുമ്പാണ്. ഇരുമ്പ് പീരിയോഡിക് ടേബിളിലെ 26ാമത്തെ എലമെന്റ് ആണ്. ഇനി ഇരുമ്പിന്റെ സിമ്പൽ വന്നിട്ട് Fe എന്നാണ്. അപ്പോ ലാറ്റിൻ നെയിമിൽ നിന്നാണ് സിമ്പൽ വന്നിരിക്കുന്നത്. ഫെറം എന്നാണ് ലാറ്റിൻ നെയിം. അപ്പൊ ഇതൊക്കെ ഒരു LGS എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ഫെറം എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകം ഏത്? അങ്ങനെ ചോദ്യം വരാറുണ്ട്. അത് ഇരുമ്പാണ്. ഇനി ലാറ്റിൻ നെയിമിൽ നിന്നാണ് സിമ്പൽ വരാറുള്ളതെങ്കിൽ പൊതുവെ അവരുടെ അറ്റോമിക് നമ്പറുകൾ കൂടി ചോദിക്കാറുണ്ട്. അപ്പോൾ 26ാമത്തെ എലമെന്റ് ആണ് അയൺ എന്ന് പറയുന്നത്. അയൺ ഒരു ഡി ബ്ലോക്ക് എലമെന്റ് കൂടിയാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആവർത്തന പട്ടികയിലെ നടുക്കത്തെ ബ്ലോക്കായ ഡി എന്ന സംക്രമണ മൂലകങ്ങൾ, ട്രാൻസിഷൻ എലമെന്റ്സിൽ വരുന്ന ഒരാളാണ് ഇരുമ്പ് എന്ന് പറയുന്നത്. ഇനി ഇരുമ്പിനെ വേർതിരിച്ചെടുക്കാൻ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അയിരാണ് ഹെമറ്റൈറ്റ് എന്ന് പറയുന്നത്. ഹെമറ്റൈറ്റ് എല്ലാവർക്കും അറിയാം. എന്നാൽ ഹെമറ്റൈറ്റിന്റെ കെമിക്കൽ ഫോർമുല വളരെ ഇമ്പോർട്ടന്റ് ആണ്. Fe2O3 എന്നാണ് ഹെമറ്റൈറ്റിന്റെ കെമിക്കൽ ഫോർമുല. Fe2O3 ഇരുമ്പിന്റെ ഒരു ഓക്സൈഡ് ആണ്. സോ Fe2O3 എന്ന ഇക്വേഷൻ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. സോ പഠിച്ചു വെക്കുക ഹെമറ്റൈറ്റ് Fe2O3. എന്നാൽ ഹെമറ്റൈറ്റിന് പുറമെ ഇരുമ്പിനെ വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന മറ്റ് ചില അയിരുകൾ കൂടിയുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രിൻസിപ്പൽ ഓറായിട്ടാണ് നമ്മൾ ഹെമറ്റൈറ്റിനെ പഠിക്കേണ്ടത്. അതായത് ഇരുമ്പെന്ന മെറ്റലിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാൻ ആദ്യം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഓർ ഫോമാണ് ഹെമറ്റൈറ്റ്. ഇനി ഹെമറ്റൈറ്റിന്റെ അവൈലബിലിറ്റി കുറവാണെങ്കിൽ നമുക്ക് സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു അയിരാണ്
മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നത്. ആരാണ്? മാഗ്നറ്റൈറ്റ്. പേരിൽ നിന്ന് തന്നെ കിട്ടും. ഇവിടെ മാഗ്നറ്റൈറ്റിന്റെ കെമിക്കൽ ഫോർമുല ഓർത്തിരിക്കുക, Fe3O4. Fe3O4 ആണ് അതിന്റെ കെമിക്കൽ ഫോർമുല. രണ്ടും പഠിക്കാൻ എളുപ്പമാണ്. 2,3,3,4 അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഹെമറ്റൈറ്റ് Fe2O3, മാഗ്നറ്റൈറ്റ് Fe3O4. ഓക്കെ, ഇനി ഇതിന് പുറമെ ഇരുമ്പിന്റെ പ്രധാനപ്പെട്ട മറ്റ് ധാതുക്കളെയും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ഹെമറ്റൈറ്റിന്റെ മാഗ്നറ്റൈറ്റിന്റെ പ്രയോറിറ്റി കഴിഞ്ഞാൽ ഇരുമ്പിനെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മറ്റ് ചില അയിരുകളുടെ ഫോമാണ്. അതിലൊന്ന് അയൺ പൈറൈറ്റ് ആണ്. അയൺ പൈറൈറ്റ് ശ്രദ്ധിക്കുക, കെമിക്കൽ ഫോർമുല Fe2 എന്നാണ്. Fe2. ഇവിടെ അയൺ പൈറൈറ്റിന്റെ വർഷങ്ങളായിട്ട് PSC ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട്. അയൺ പൈറൈറ്റിനെ വിളിക്കുന്ന ഒരു വിളിപ്പേരാണ് വിഡ്ഢികളുടെ സ്വർണം എന്ന് പറയുന്നത്. വിഡ്ഢികളുടെ സ്വർണം അല്ലെങ്കിൽ ഫൂൾസ് ഗോൾഡ് എന്നാണ് ഇതിനെ വിളിക്കുക. നമുക്കറിയാം എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. നമുക്ക് കണ്ടാൽ പെട്ടെന്ന് സ്വർണം പോലെ തോന്നുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പേര് ഇതിന് കിട്ടിയത്. അപ്പോൾ അയൺ പൈറൈറ്റ്, വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് ഇരുമ്പിന്റെ ഒരു പ്രധാനപ്പെട്ട അയിരാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഇതിന്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. Fe2 എന്നാണ് കെമിക്കൽ ഫോർമുല. Fe2. അപ്പൊ ഇത് ഒരു സൾഫൈഡ് ഓർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിപ്പോ ബോക്സൈറ്റിന്റെ കെമിക്കൽ ഫോർമുല പഠിച്ചു. അവിടെ Al2O3 എന്നാണ് പഠിച്ചത് അല്ലെ. വാട്ടർ മോളിക്യൂളിന്റെ പ്രസൻസ് കൂടെ പഠിച്ചു, 2H2O. എന്നാൽ ഇവിടെ നോക്കുക, അലൂമിനിയത്തിന്റെ കൂടെ മെയിൻ ആയിട്ടും കാണപ്പെടുന്ന ആള് ഓക്സിജൻ ആണ് അല്ലെ. അലൂമിനിയത്തിന്റെ കൂടെ ഇരിക്കുന്ന ആൾ ഓക്സിജൻ ആണ്. സോ ഇതൊരു ഓക്സൈഡ് അയിരാണ്. ക്ലിയർ ആണ്? അലൂമിനിയത്തിന്റെ കൂടെ ഉള്ളത് ഓക്സിജൻ ആണ്. സോ അതൊരു ഓക്സൈഡ് അയിരാണ്. ബോക്സൈറ്റ് ഒരു ഓക്സൈഡ് അയിരാണ്. എന്നാൽ നോക്കിയാൽ ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും അതുപോലെ തന്നെ ഓക്സൈഡ് അയിരുകളാണ്. കാരണം അവരുടെ കൂടെ മെറ്റലിന്റെ കൂടെ ആരാണ് ഇരിക്കുന്നത്? ഓക്സിജൻ ആണ് ഇരിക്കുന്നത് അല്ലെ. എന്നാൽ ഇപ്പൊ വായിച്ച അയൺ പൈറൈറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മെറ്റലിന്റെ കൂടെ സൾഫർ ആണ് ഇരിക്കുന്നത്. അപ്പൊ അത് സൾഫർ കണ്ടന്റ് ഉള്ള ഓറാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കുള്ള പേരുകൾ ശ്രദ്ധിക്കുക. മെറ്റലിന്റെ കൂടെ ഓക്സിജൻ ആണെങ്കിൽ ഇവരെ ഓക്സൈഡ് അയിരുകൾ എന്നും, അതുപോലെ സൾഫർ ആണ് വരുന്നതെങ്കിലോ സൾഫൈഡ് അയിരുകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ ചോദ്യമായിട്ട് വരുമെന്ന് ചോദിച്ചാൽ നാളെ നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ചുവടെ നൽകിയിട്ടുള്ളവയിൽ സൾഫൈഡ് അയിരിന് ഉദാഹരണം ഏത്? ഒരു സൾഫൈഡ് അയിരിന് ഉദാഹരണം ഏത് എന്നൊരു ക്വസ്റ്റ്യൻ വരും. ഇപ്പൊ കഴിഞ്ഞ ട്രിവാൻഡ്രം LDC എക്സാമിന് നമ്മൾ കണ്ടതാണ് സിങ്ക് ബ്ലെൻഡ് എന്നത് എന്താണ് എന്നൊരു ചോദ്യം തന്ന ശേഷം ആൻസർ സിങ്ക് സൾഫൈഡ് എന്ന് തന്നല്ലേ. അതേപോലെ ഓപ്ഷൻ തിരിച്ചു വരും. ചുവടെ നൽകിയിട്ടുള്ളതിൽ ഒരു സൾഫൈഡ് ഓറിന് ഉദാഹരണം ഏത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അയൺ പൈറൈറ്റിനെയും ഉദാഹരണമായിട്ട് എടുക്കാം. എന്തുകൊണ്ടാണ്? അയൺ പൈറൈറ്റിന്റെ ഇക്വേഷൻ Fe2 എന്നാണ്. അപ്പൊ ഇക്വേഷൻ അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ഈ ഉത്തരം ശരിയായിട്ട് എടുക്കാൻ സാധിക്കൂ. അപ്പൊ അതുകൊണ്ട് ഇതിൽ വളരെ സെലക്റ്റീവ് ആയിട്ട് നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷൻസ് മാത്രമെങ്കിലും നിങ്ങൾ കാണാതെ പഠിക്കുക. ഓക്കെ, അപ്പോ അയൺ പൈറൈറ്റ്. ഇനി ഇരുമ്പിനെ വേർതിരിക്കുന്ന വേറൊരു മിനറൽ ഫോമാണ് സിഡറൈറ്റ് എന്ന് പറയുന്ന സിഡറൈറ്റ്. സിഡറൈറ്റിന്റെ കെമിക്കൽ ഫോർമുലയുടെ ഒന്ന് നോക്കി വെച്ചോളൂ. FeCO3 ആണ് കേട്ടോ. ഒരു കോമ്പൗണ്ടിൽ ലാസ്റ്റ് CO3 എന്നാണ് അവസാനിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ കാർബണേറ്റ് എന്നാണ് ചേർത്ത് വായിക്കുക. അപ്പൊ ഇവിടെ ഇരുമ്പിന്റെ കാർബണേറ്റ് ആണ് സിഡറൈറ്റ് എന്ന് പറയുന്നത്. അത് ചോദിച്ചിട്ടില്ല ഇതുവരെ. എന്നാൽ സിഡറൈറ്റ് എന്ന പേര് റീസെന്റ് നടന്ന ഒരു 4 വർഷത്തിനകത്തുള്ള പരീക്ഷകളിൽ പലയിടങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് സിഡറൈറ്റ്. അപ്പൊ അത് ഏത് ലോഹത്തിന്റെ ധാതുവാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ഏതാണ്? ഇരുമ്പാണ് അല്ലെ. അപ്പൊ സിഡറൈറ്റ്. ഇനി ഒരെണ്ണം കൂടി പഠിച്ചു വെക്കുക, ദാറ്റ് ഇസ് ലിമോണൈറ്റ്. ലിമോണൈറ്റ്. അപ്പോൾ 5 പേരുകൾ നിങ്ങൾ ഇരുമ്പിന്റെ കൂട്ടത്തിൽ പഠിച്ചു വെക്കണം വിത്ത് ഇക്വേഷൻ. ഏതൊക്കെയാണ്? ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ്, സിഡറൈറ്റ്, ലിമോണൈറ്റ്. ഇതാണ് 5 പ്രധാനപ്പെട്ട മിനറൽ ഫോംസ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നത് ഇരുമ്പാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. എന്നാൽ ആ ടേമിനോട് സാമ്യമുള്ള മറ്റൊരു ഓറിനെ നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. അത് മാഗ്നറ്റൈറ്റ് അല്ല, മാഗ്നസൈറ്റ് എന്നാണ്. മാഗ്നസൈറ്റ്. കണ്ടോ? അതായത് നേരത്തെ ആ വേർഡിൽ നിന്ന് ഒരൊറ്റ ലെറ്ററിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ഇരുമ്പിന്റെ അയിര് മാഗ്നറ്റൈറ്റ് എന്ന് പറഞ്ഞെങ്കിൽ അടുത്ത് നമുക്ക് പേരിനോട് സാമ്യമുള്ള മറ്റൊരു അയിരിനെ പരിചയപ്പെടാം. അതാണ് മാഗ്നസൈറ്റ് എന്ന് പറയുന്നത്. മാഗ്നസൈറ്റ്. കണ്ടോ? ഒരൊറ്റ ലെറ്ററിന്റെ വ്യത്യാസമേ ഉള്ളൂ. അത് മാഗ്നറ്റൈറ്റ്, ഇത് മാഗ്നസൈറ്റ്. അപ്പൊ PSC നമ്മളോട് ഇത് ഓൾറെഡി ഒരു ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ എക്സാമിന് നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റൻ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇരുമ്പിന്റെ അയിരല്ലാത്തത് ഏത് എന്നൊരു ക്വസ്റ്റൻ വന്നിട്ടുണ്ട്. അപ്പൊ ഓർത്തിരിക്കുക, മാഗ്നസൈറ്റ് എന്ന് പറയുന്നത് ഏത് മെറ്റലിന്റെ ഓറാണ് എന്ന് ചോദിക്കും. അപ്പൊ പഠിച്ചിരിക്കുക, മെഗ്നീഷ്യം ആണ് മെറ്റൽ. മെഗ്നീഷ്യം. ഓക്കെ, മെഗ്നീഷ്യം എന്ന ലോഹത്തെ വേർതിരിച്ചെടുക്കുന്ന ഒരു അയിരാണ് മാഗ്നസൈറ്റ് എന്ന് പറയുന്നത്. ഇനി മെഗ്നീഷ്യത്തെ വേർതിരിച്ചെടുക്കാൻ മാഗ്നസൈറ്റിന് പുറമെ മറ്റൊരു ഓറിനെ കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. അതാണ് ഡോളമൈറ്റ് എന്ന് പറയുന്നത്. ഡോളമൈറ്റ്. അപ്പോൾ മെഗ്നീഷ്യം എന്ന മെറ്റലിനെ ഓർക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട അതിന്റെ അയിരുകളെ പഠിച്ചിരിക്കുക. ഒന്ന് മാഗ്നസൈറ്റും മറ്റൊന്ന് ഡോളമൈറ്റും. ഇനി ഇതേ ഡോളമൈറ്റിനെ തന്നെ നമുക്ക് മറ്റൊരു മെറ്റലിനെ കൂടെ വേർതിരിക്കാൻ ഉപയോഗിക്കാം. ഡോളമൈറ്റിനെ തന്നെ മറ്റൊരു മെറ്റലിനെ കൂടെ വേർതിരിക്കാൻ ഉപയോഗിക്കാം. അത് കാൽഷ്യം ആണ്. അതായത് അത് എങ്ങനെ വന്നു എന്ന് വെച്ചാൽ ഡോളമൈറ്റിന്റെ കെമിക്കൽ ഫോർമുല മെഗ്നീഷ്യം കാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ് എന്നാണ് വരിക. അതായത് ഈ ഡോളമൈറ്റിൽ നിന്ന് നമുക്ക് മെഗ്നീഷ്യം എന്ന മെറ്റലിനെയും അതേസമയം കാൽഷ്യം എന്ന മെറ്റലിനെയും വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പഠിച്ചിരിക്കുക
ഓർത്തിരിക്കുക, ഡോളമൈറ്റ് എന്ന് പറയുന്ന മിനറലിനകത്ത് നമുക്ക് കാൽഷ്യത്തിന്റെ പ്രസൻസും ഉണ്ട്, മെഗ്നീഷ്യത്തിന്റെ പ്രസൻസും ഉണ്ട്. ഓക്കെ അല്ലെ? എന്നാൽ പ്രധാനമായും കാൽഷ്യത്തിന്റെ അയിരുകളെ പറ്റി പറയുമ്പോൾ കാൽഷ്യത്തെ വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അയിരാണ് ജിപ്സം എന്ന് പറയുന്നത്. ജിപ്സം PSC പരീക്ഷകളിൽ എപ്പോഴും കണ്ടുവരാറുള്ള, എസ്പെഷ്യലി LGS പരീക്ഷകളിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ് ജിപ്സം. ജിപ്സത്തിന്റെ കെമിക്കൽ ഫോർമുല വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാൽഷ്യം സൾഫേറ്റ് 2H2O എന്നതാണ് ജിപ്സത്തിന്റെ കെമിക്കൽ ഫോർമുല. കാൽഷ്യം സൾഫേറ്റ് ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, CaSO4. ഒരു കോമ്പൗണ്ടിന്റെ ലാസ്റ്റ് SO4 എന്നാണ് അവസാനിക്കുന്നതെങ്കിൽ സൾഫേറ്റ് എന്ന് ചേർത്ത് വായിക്കുക. അപ്പൊ കാൽഷ്യം സൾഫേറ്റ് 2H2O. നമ്മൾ ബോക്സൈറ്റ് പഠിച്ച പോലെ തന്നെ ഇവിടെയും 2 വാട്ടർ മോളിക്യൂൾസിന്റെ പ്രസൻസ് ആണുള്ളത്. കാൽഷ്യം സൾഫേറ്റ് 2H2O ആണ് എന്ത് ജിപ്സം എന്നറിയപ്പെടുന്നത്. ഇനി ഇതുപോലെ നമ്മൾ വേറൊരു കെമിക്കൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? കാൽഷ്യം സൾഫേറ്റ് ½ കാൽഷ്യം സൾഫേറ്റ് ½ ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിനെയാണ് കാൽഷ്യം സൾഫേറ്റ് ½ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഹാഫ് വാട്ടർ മോളിക്യൂൾ ആണുള്ളത്. അത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. എന്നാൽ ജിപ്സത്തിനകത്ത് കാൽഷ്യം സൾഫേറ്റ് 2H2 ആണ്. ഇത് തെറ്റിപ്പോവാതെ പഠിക്കുക. ഇനി ജിപ്സം പോലെ തന്നെ കാൽഷ്യത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു അയിരാണ് ചുണ്ണാമ്പ് കല്ല് അഥവാ ലൈംസ്റ്റോൺ എന്ന് പറയുന്നത്. ചുണ്ണാമ്പ് കല്ല് അഥവാ ലൈംസ്റ്റോൺ കെമിക്കൽ ഫോർമുല വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം കാർബണേറ്റ്. അപ്പോ നാളെ എക്സാമിന് ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഒരു കാർബണേറ്റ് അയിരിന് ഉദാഹരണം ഏത് എന്ന് ചോദ്യം വരാം. കാർബണേറ്റ് അയിര്. അപ്പോ നമുക്ക് കെമിക്കൽ ഫോർമുല ഒന്നും തരത്തില്ല, ഈ ചുണ്ണാമ്പ് കല്ലെന്ന പേര് മാത്രമേ തരത്തുള്ളൂ. ഇപ്പൊ ക്വസ്റ്റ്യൻ രീതി മനസ്സിലായല്ലോ അല്ലെ? അപ്പോൾ ജിപ്സം കാൽഷ്യത്തിന്റെ സൾഫേറ്റ് ആണ്. ചുണ്ണാമ്പ് കല്ല് അഥവാ ലൈംസ്റ്റോൺ എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ്. നമ്മൾ കാൽഷ്യത്തിന്റെ കോമ്പൗണ്ട്സ് ഇടയ്ക്കൊരു PQ പർവ്വതത്തിന്റെ സെഷനിലൊക്കെ എടുത്തു പറഞ്ഞതാണ്. കാൽഷ്യത്തിന്റെ കോമ്പൗണ്ട്സ് പഠിക്കുമ്പോൾ ഈ ചുണ്ണാമ്പ് കല്ല്, ചുണ്ണാമ്പ് വെള്ളം, അതുപോലെ കുമ്മായം, ലൈം, ക്യുക്ക് ലൈം, സ്ലേക്കറ്റ് ലൈം, ഇങ്ങനെ ഒരുപാട് കോമ്പൗണ്ടുകൾ നമുക്ക് കാൽഷ്യത്തിനുണ്ട്. എല്ലാം കൂടെ മാറിപ്പോകുന്നതാണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ അതെല്ലാം ഇവിടെ കൊണ്ടുവരുന്നില്ല. നമ്മൾ ഇതിന്റെ കെമിക്കൽ ഫോർമുല മാത്രം തെറ്റാതെ പഠിക്കുക. ചുണ്ണാമ്പ് കല്ല് അഥവാ ലൈംസ്റ്റോൺ എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ്. ഓക്കെ, ഇനി ഡോളമൈറ്റ്. ഇനി നമുക്ക് നേരെ PSC അടുത്ത പ്രയോറിറ്റി ലിസ്റ്റിലേക്ക് പോകുന്നു. സിങ്ക്. സിങ്ക് ആണ് അടുത്തൊരു സ്ഥിരം ചോദ്യം. സിങ്ക് പീരിയോഡിക് ടേബിളിലെ 30ാമത്തെ എലമെന്റ് ആണ് കേട്ടോ, 30th എലമെന്റ്. ആൻഡ് ഓൾസോ കാൽഷ്യം എന്ന് പറയുന്നത് 20ാമത്തെ എലമെന്റ് ആണ്. ആദ്യത്തെ 30 എലമെന്റുകളെ നിങ്ങൾ ഉറപ്പായിട്ട് ഓർഡറിൽ പഠിച്ചു വെക്കുക. അതുകൊണ്ട് നമുക്ക് പല സ്ഥലങ്ങളിലും യൂസ്ഫുൾ ആണ്. ആദ്യത്തെ 30 എലമെന്റ്സിനെ പഠിച്ചു വെക്കണം. ഓക്കെ, ശരി. ഇതിൽ സിങ്ക് എന്ന് പറയുമ്പോൾ സിങ്കിന്റെ പേരിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു അയിരാണ് സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുന്നത്. സിങ്ക് ബ്ലെൻഡ് കണ്ടോ. ഇതിന്റെ കെമിക്കൽ ഫോർമുല പാഠഭാഗത്ത് 10ാം ക്ലാസ്സിലെ ഞാൻ പറഞ്ഞ 4ാമത്തെ അധ്യായത്തിൽ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ഈ കെമിക്കൽ ഫോർമുല തന്നെയാണ് നമുക്ക് റീസെന്റ് LDC ട്രിവാൻഡ്രത്ത് ചോദിച്ചത്. അപ്പൊ ഈ ബോക്സിനകത്ത് തന്നെ തന്നിരിക്കുന്ന മറ്റൊരു കെമിക്കൽ ഫോർമുല ആയിരിക്കും നമുക്ക് അടുത്ത LGS എക്സാമിന് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുന്നത് ZnS ആണ് അല്ലെ, സിങ്ക് സൾഫൈഡ് ആണ്. ഈ സിങ്ക് ബ്ലെൻഡിന് വിളിക്കുന്ന മറ്റൊരു പേര് കൂടെ ഓർത്തിരിക്കുക, അതാണ് സ്ഫാലറൈറ്റ് എന്ന് പറയുന്നത്. സ്ഫാലറൈറ്റ്. ഓക്കെ, സിങ്ക് ബ്ലെൻഡിന് വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? സ്ഫാലറൈറ്റ്. ഇനി മറ്റൊന്ന് സിങ്കൈറ്റ് ആണ്. നമുക്ക് ഇതിലെല്ലാം സിങ്കിന്റെ പേര് കിട്ടുന്നുണ്ട് അല്ലെ, പേരിനകത്ത് സിങ്ക് കാണാൻ സാധിക്കും. ഈ സ്ഫാലറൈറ്റിന്റെ പേര് നോക്കി വെച്ചോളൂ, ഇത് റാങ്ക് മേക്കിംഗ് ചോദ്യമാകാൻ സാധ്യതയുള്ള ഒന്നാണ്. സിങ്ക് ബ്ലെൻഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്ഫാലറൈറ്റ് എന്നത്. അടുത്തത് സിങ്കൈറ്റ്. സിങ്കൈറ്റ് എന്ന് പറയുമ്പോൾ സിങ്കിന്റെ ഓർ തന്നെയാണ്, പക്ഷെ കെമിക്കൽ ഫോർമുല വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിങ്ക് ഓക്സൈഡ് ആണ്. സിങ്കൈറ്റ് എന്ന് പറയുന്നത് സിങ്കിന്റെ ഓക്സൈഡ് ആണ്. പഠിച്ചു വയ്ക്കുക. ZnO ആണ് അതിന്റെ കെമിക്കൽ ഫോർമുല. എന്നാൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് അടുത്ത ചോദ്യം എന്താ കിടക്കുന്നു? കലാമിൻ. കലാമിൻ എന്താണ്? സിങ്കിന്റെ കാർബണേറ്റ് ആണ്. സിങ്ക് കാർബണേറ്റിനെയാണ് നമ്മൾ കലാമിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ സിങ്ക് ബ്ലെൻഡ്, സിങ്കൈറ്റ്, കലാമിൻ. കലാമിൻ ഇവിടെ പേരിൽ നിന്ന് കിട്ടുന്നതല്ല, ബാക്കിയൊക്കെ പേരിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പൊ ഇത് എടുത്തു പഠിക്കുക. കലാമിൻ, സിങ്ക്, കാർബണേറ്റ്. ഇനി നമുക്ക് അടുത്ത മെറ്റലോട്ട് പോവാം. അടുത്തത് കോപ്പർ ആണ്. കോപ്പർ. കുപ്രം എന്ന ലാറ്റിൻ പേരിൽ നിന്നാണ് കോപ്പറിന് Cu എന്ന സിമ്പൽ കിട്ടുന്നത്. ആൻഡ് 29th എലമെന്റ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ആണ് കോപ്പർ അഥവാ ചെമ്പെന്ന് പറയുന്നത്. കോപ്പറിനെ വേർതിരിച്ചെടുക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് അയിരുകൾ നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആദ്യത്തേത് കോപ്പർ പൈറൈറ്റ് ആണ്. കോപ്പർ പൈറൈറ്റ് CuFeS2 എന്നാണ് കെമിക്കൽ ഫോർമുല. നമ്മൾ അയൺ പൈറൈറ്റ് പഠിച്ചപ്പോൾ FeS2 എന്ന് പഠിച്ചു. ഇവിടെ ഒരു Cu കൂടെ ഫ്രണ്ടിൽ ചേർത്ത് കൊടുത്താൽ മതി. CuFeS2 അതാണ് കോപ്പർ പൈറൈറ്റിന്റെ കെമിക്കൽ ഫോർമുല. അടുത്തത് കുപ്രൈറ്റ് ആണ്. കുപ്രൈറ്റ് നമ്മളിപ്പോ ആദ്യം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന ചോദ്യത്തിൽ ഉണ്ടായിരുന്നതാണ് ഈ കുപ്രൈറ്റ് അല്ലെ. ഇപ്പൊ കുപ്രൈറ്റ് നമുക്ക് പേരിൽ തന്നെ കിട്ടും. കോപ്പറിന്റെ ഒരു ഓറാണ് കുപ്രൈറ്റ് എന്ന് നമുക്ക് പേരിൽ നിന്ന് കിട്ടും. പക്ഷെ കെമിക്കൽ ഫോർമുല പഠിച്ചു വെക്കുക. Cu2O കോപ്പറിന്റെ ഓക്സൈഡ് ആണ് കുപ്രൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, Cu2O എന്നാണ് കെമിക്കൽ ഫോർമുല. അടുത്തത് മറ്റൊന്ന് ചാൽക്കോ പൈറൈറ്റ് എന്നാണ്. ചാൽക്കോ പൈറൈറ്റ് ഇതും കോപ്പറിന്റെ ഓറാണ്. നെക്സ്റ്റ് കോപ്പർ ഗ്ലാൻസ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ്. കോപ്പർ ഗ്ലാൻസ് ചോദിക്കും. നമ്മുടെ സിങ്ക് ബ്ലെൻഡ് പോലെ തന്നെ കോപ്പർ ഗ്ലാൻസ് ഒരു സൾഫൈഡ് ഓറാണ്. Cu2S എന്നാണ് അതിന്റെ കെമിക്കൽ ഫോർമുല. Cu2S. ഓക്കെ, കെമിക്കൽ ഫോർമുല ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നവരെ മാത്രമെങ്കിലും നിങ്ങൾ സെലക്റ്റീവ് ആയിട്ട് അത് അത്രയും തെറ്റാതെ പഠിച്ചു വെക്കുക. ഇവരിൽ ഒരാൾ നമ്മളോട് ചോദിക്കുക എക്സാമിന്. ഓക്കെ, അപ്പൊ കോപ്പർ പൈറൈറ്റ്, കുപ്രൈറ്റ്, ചാൽക്കോ പൈറൈറ്റ്, കോപ്പർ ഗ്ലാൻസ്, Cu2S ഇവരെല്ലാം കോപ്പർ എന്ന പേരിന്റെ അകത്തുള്ള പേരുണ്ട്. ഈ പറഞ്ഞ എല്ലാ ഓറുകളിലും കോപ്പർ എന്ന പേരിനെ നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് പേരിൽ നിന്ന് കിട്ടാത്തതാണ് മാലക്കൈറ്റ്. ഇതും LD ലെവൽ LGS പരീക്ഷകളിലൊക്കെ തന്നെയും ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള
ആയിട്ടുള്ള കലാമിൻ പോലെയൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് മാലക്കൈറ്റ്. മാലക്കൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ് എന്ന് ചോദിക്കും. കോപ്പർ. ഇതും ഒരു റീസെന്റ് ക്വസ്റ്റൻ ആണ് മാലക്കൈറ്റ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് കോപ്പറിന്റെ ഓറുകളായിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഇനി നമ്മൾ മെഗ്നീഷ്യത്തിന്റെ ഓർ പഠിച്ചല്ലേ, മെഗ്നീഷ്യം മാഗ്നസൈറ്റ് എന്ന് പഠിച്ചല്ലോ, മെഗ്നീഷ്യം മാഗ്നസൈറ്റ്. എന്നാൽ ഈ മെഗ്നീഷ്യം എന്ന പേരിനോട് വളരെ സാമ്യമുള്ള, നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു മെറ്റലാണ് മാംഗനീസ് എന്ന് പറയുന്നത്. മാംഗനീസ്, MN ആണ് സിമ്പൽ, ഡി ബ്ലോക്ക് എലമെന്റ് ആണ് മാംഗനീസ്. ഈ മാംഗനീസിന്റെ ഓറും ഒരു ഇടക്കാലത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചു. പൈറോലൂസൈറ്റ് എന്നാണ് പേര്. പൈറോലൂസൈറ്റ് പഠിച്ചു വെക്കുക. മാംഗനീസ് എന്ന മെറ്റലിന്റെ ഓറാണ് പൈറോലൂസൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് മറ്റ് പ്രയോറിറ്റി ലിസ്റ്റിലുള്ള അടുത്ത മെറ്റലുകളിലേക്ക് പോവാം. സോഡിയം ആണ് അടുത്ത മെറ്റൽ. സോഡിയം. സോഡിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്, സോഡിയം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സോഡിയം ക്ലോറൈഡ് എന്നാണ് മനസ്സിലേക്ക് വരിക അല്ലെ, സോഡിയം ക്ലോറൈഡ്. സോ ഈ സോഡിയം ക്ലോറൈഡിന്റെ ഒരു മിനറൽ ഫോമിൽ നമ്മൾ റോക്ക് സോൾട്ട് എന്ന് വിളിക്കുന്നു. കല്ലുപ്പ് അഥവാ റോക്ക് സോൾട്ട് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, സോഡിയത്തെ വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന അയിരാണ് റോക്ക് സോൾട്ട് അഥവാ NaCl. കല്ലുപ്പ് എന്ന് നമുക്ക് ചിലപ്പോൾ ഓപ്ഷൻ തരാം. മിക്കപ്പോഴും റോക്ക് സോൾട്ട് എന്ന പേര് തരാനാണ് സാധ്യത കൂടുതൽ. ഇനി അടുത്തത് സോഡ നൈറ്റർ ആണ്. ചില പരീക്ഷകളിൽ ഈ റോക്ക് സോൾട്ടിനെ തരാറില്ല. റോക്ക് സോൾട്ട് ആണ് അല്ലെങ്കിൽ ഉപ്പാണ് പ്രധാനമായി. ഉപ്പിൽ നിന്നാണ് നമ്മൾ സോഡിയത്തെ വേർതിരിച്ചെടുക്കുന്നത്. ചില എക്സാമുകളിൽ ഈ ഉപ്പിനെ അല്ലെങ്കിൽ റോക്ക് സോൾട്ടിനെ ഓപ്ഷനിൽ തരാതിരുന്നാൽ PSC തന്നിട്ടുള്ള ഓപ്ഷനാണ് സോഡ നൈറ്റർ എന്ന് പറയുന്നത്. സോഡ നൈറ്റർ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. സോഡ നൈറ്റർ എന്ന് വെച്ചാൽ സോഡിയത്തിന്റെ നൈട്രേറ്റ് ആണ്. സോഡിയം നൈട്രേറ്റിനെയാണ് സോഡ നൈറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ സോഡ നൈറ്റർ ഈ വെടിമരുന്നൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംയുക്തമാണ് സോഡ നൈറ്റർ. ഇതിന് ചില വിളിപ്പേരുകളൊക്കെ ഉണ്ട്. ചിലി സോൾട്ട് പീറ്റർ എന്നും ചിലി ഗൺ പൗഡർ എന്നൊക്കെ വിളിക്കുന്ന ഒരു കെമിക്കലാണ് ഈ സോഡ നൈറ്റർ എന്ന് പറയുന്നത്. സോഡിയം നൈട്രേറ്റ് ആണ്. കണ്ടോ, NaNO3 എന്നാണ് കെമിക്കൽ ഫോർമുല വരുന്നത്. NaNO3 അതാണ് സോഡിയം നൈട്രേറ്റിന്റെ കെമിക്കൽ ഫോർമുല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മെറ്റലിലേക്ക് വരാം. ടൈറ്റാനിയം. ഭാവിയുടെ ലോഹം എന്നും അത്ഭുത ലോഹം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു മെറ്റലാണ് ടൈറ്റാനിയം. ടൈറ്റാനിയത്തിന് രണ്ട് പ്രധാനപ്പെട്ട ഓറുകൾ നമ്മൾ പഠിച്ചു വെക്കുക. ഒന്ന് റൂട്ടൈല്, നെക്സ്റ്റ് വൺ ഇൽമനൈറ്റ്. റൂട്ടൈല്, ഇൽമനൈറ്റ്, ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട ഓറുകൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റൂട്ടൈലും ഇൽമനൈറ്റും ചോദിക്കുന്ന പോലെ തന്നെ PSC അടുത്തൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് മോണോസൈറ്റ് എന്ന് പറയുന്നത്. മോണോസൈറ്റ്. മോണോസൈറ്റ് എന്ന് പറയുന്ന ഒരു മിനറൽ ഫോം ആണ്. ഏത് മെറ്റലിന്റേതാണ് ഈ മിനറൽ ഫോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തോറിയമാണ് ഉത്തരം. തോറിയം. തോറിയം എന്ന ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു അയിരാണ് മോണോസൈറ്റ് എന്ന് പറയുന്നത്. അടുത്തത് പീരിയോഡിക് ടേബിളിൽ നമുക്കറിയാം അവസാനമായി കണ്ടെത്തിയ പ്രകൃതിദത്ത മൂലകമാണ് യുറേനിയം എന്ന് പറയുന്ന മെറ്റൽ. യുറേനിയം എന്ന മെറ്റലിനെ വേർതിരിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്രധാന അയിര് പിച്ച് ബ്ലെൻഡ് ആണ്. പിച്ച് ബ്ലെൻഡ്. ഓക്കെ, നമ്മൾ സിങ്ക് ബ്ലെൻഡ് പഠിച്ചല്ലോ, അതേപോലെ പിച്ച് ബ്ലെൻഡ് എന്ന് ചോദിച്ചാൽ അത് യുറേനിയത്തിന്റെ ഓറാണ്. ഈ പിച്ച് ബ്ലെൻഡിന് പുറമെ നിങ്ങൾ ഒരു പേരൂടെ പഠിച്ചു വെക്കുക. കാർനറ്റൈറ്റ് എന്നാണ് ആ ഓറിന്റെ പേര്. കാർനറ്റൈറ്റ്. ഓക്കെ, അപ്പൊ യുറേനിയത്തെ വേർതിരിച്ചെടുക്കാൻ പിച്ച് ബ്ലെൻഡും കാർനറ്റൈറ്റും. എന്നാൽ ശ്രദ്ധിക്കുക, കാർനറ്റൈറ്റ് ചോദിക്കുന്ന PSC വളരെ റയർ ആയിട്ട് ചോദിക്കുന്ന ഒരു ഓർ ഫോം ആണ് കാർനലൈറ്റ് എന്ന് പറയുന്നത്. കാർനലൈറ്റ്. കണ്ടോ, രണ്ട് പേരുകൾ സാമ്യമുള്ളതാണ്. കാർനറ്റൈറ്റ് എന്ന ഓറ് യുറേനിയത്തിന്റേതാണെങ്കിൽ കാർനലൈറ്റ്, ലൈറ്റ് എന്ന് പറയുന്നത് പൊട്ടാസ്യത്തിന്റേതാണ്. ഓക്കെ, കാർനലൈറ്റ് പൊട്ടാസ്യം. ഇനി പൊട്ടാസ്യം നമുക്കറിയാം മൃദുലോഹങ്ങളിൽ സോഡിയത്തോടൊപ്പം മൃദുലോഹമായി പരിഗണിക്കുന്ന ഒരു മെറ്റലാണ് പൊട്ടാസ്യം അല്ലെ. പൊട്ടാസ്യത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഓറായിട്ട് സിൽവൈൻ എന്ന അയിരിനെ പഠിക്കുക. സിൽവൈൻ. ഓക്കെ, അപ്പോൾ പൊട്ടാസ്യം ചോദിച്ചാൽ നിങ്ങൾ ആരെയൊക്കെ പറയും? കാർനലൈറ്റും സിൽവൈൻ. ഇതിനകത്തൊരു ക്ലൂ പോലെ പഠിക്കുക. കണ്ടോ, ലൈറ്റ് എന്നാണ്. ലൈറ്റ് എന്ന് പറയുമ്പോൾ മൃദുലോഹത്തെ ആലോചിക്കുക. മൃദുലോഹമാണ്. അപ്പൊ പൊട്ടാസ്യത്തെ കിട്ടും. മൃദുലോഹം സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്. ലിഥിയം ആ കാറ്റഗറി വരുന്ന ആളാണ്. അപ്പൊ അതേ അടുത്ത് തന്നെ കിടപ്പുണ്ട് ലിഥിയം. നമുക്കറിയാം മൃദുലോഹങ്ങളിൽപ്പെട്ട 3 പേരിൽ ഒരാളാണ് ലിഥിയം എന്ന് പറയുന്നത്. ലിഥിയത്തെ വേർതിരിച്ചെടുക്കുന്ന 2 ഓറുകളെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കേണ്ടത്. അതിലൊന്ന് പെറ്റാലൈറ്റ്, മറ്റൊന്ന് ലെപ്പിഡോലൈറ്റ്. പേരുകൾ പഠിച്ചു വെക്കുക. പെറ്റാലൈറ്റ്, ലെപ്പിഡോലൈറ്റ്, ഇത് രണ്ടും ലിഥിയത്തിന്റെ ഓറുകളാണ്. പെറ്റാലൈറ്റ്, ലെപ്പിഡോലൈറ്റ്. അങ്ങനെയാണെങ്കിൽ റീസെന്റ് നടന്നൊരു പരീക്ഷയുടെ ചോദ്യമായിരുന്നു പെൻഡ്ലാൻഡൈറ്റ്. പെൻഡ്ലാൻഡൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ് എന്നൊരു ചോദ്യം വന്നു. പെൻഡ്ലാൻഡൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഉത്തരം നിക്കൽ ആണ്. നിക്കൽ പഠിച്ചു വെച്ചിരിക്കുക. LDC പരീക്ഷകളിൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഭാഗമാകാറുള്ള ഒരു മെറ്റലാണ് നിക്കൽ എന്ന് പറയുന്ന ഡി ബ്ലോക്ക് എലമെന്റ്. സോ നിക്കലിനെ വേർതിരിച്ചെടുക്കുന്ന ഒരു ഓറാണ് പെൻഡ്ലാൻഡൈറ്റ് എന്ന് പറയുന്നത്. നോക്കിക്കേ നിങ്ങൾ, ഈ പെറ്റാലൈറ്റും പെൻഡ്ലാൻഡൈറ്റും ഒക്കെ നമുക്ക് മാറിപ്പോകുന്ന പേരുകളാണ്. അപ്പൊ അവരെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് എഴുതി പഠിക്കുക. നിങ്ങൾ ഈ ക്ലാസ് കേട്ട ശേഷം, കേട്ട ഉടനെ ചിലർക്ക് ഇത് എല്ലാം പഠിച്ചെടുക്കാൻ പറ്റണമെന്നില്ല. നിങ്ങളൊരു റഫ് പേപ്പർ എടുത്ത ശേഷം ലെഫ്റ്റ് സൈഡിൽ മെറ്റലുകളുടെ പേരുകൾ താഴെ എഴുതുക. എന്നിട്ട് ഇത് പഠിച്ച ശേഷം ഇത് പലതവണയായിട്ട് കാണാതെ എഴുതി പഠിക്കുക. അങ്ങനെ ഈ പേരുകളെല്ലാം നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. 1 മാർക്ക് ഷുവർ ആണ്. ഇനി ഇതൊക്കെ പഠിച്ചാലും PSC എപ്പോഴും LGS പരീക്ഷകളിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ബോക്സൈറ്റിനെയും ഹെമറ്റൈറ്റും ഒക്കെ തന്നെയാണ് എപ്പോഴും ചോദിക്കുക, കലാമിനും ഒക്കെ. എന്നാലും ഒരു പരീക്ഷയ്ക്ക് ഇത് ടഫായിട്ട് ചിലപ്പോൾ വന്നേക്കാം. ഇതിനകത്തുള്ള
റയർ ആയിട്ടുള്ള ആൾക്കാരെ ചോദിച്ചേക്കാം കേട്ടോ. അപ്പോൾ പെൻലാൻഡൈറ്റ് എന്നത് നിക്കലാണ്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ടിന്നും ലെഡും ആണ്. എപ്പോഴും ചോദിക്കാറുള്ള മറ്റൊരു കാറ്റഗറിയാണ് ടിന്നും ലെഡും. നമുക്കറിയാം ഈ ഈയത്തിന്റെ 2 ഫോമാണ്, വെളുത്തീയവും കറുത്തീയവും. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതിനകത്ത് ടിൻ എന്ന് പറയുന്ന മെറ്റലിനെ നമ്മൾ മലയാളത്തിൽ വെളുത്തീയം എന്നാണ് പറയുക. ടിന്ന് വെളുത്തീയം, എന്നാൽ ലെഡ് കറുത്തീയം, അങ്ങനെയാണ് പറയുക. ഇതിൽ ടിന്നിന്റെ വെളുത്തീയത്തിന് 2 പ്രധാനപ്പെട്ട ഫോമുകളാണ്. ഒന്ന് ടിൻ സ്റ്റോൺ, കണ്ടോ സ്കൂൾ ടെക്സ്റ്റിലുള്ള ഒരു ഓർഫോമാണ് ടിൻ സ്റ്റോൺ എന്ന് പറയുന്നത്. ടിൻ സ്റ്റോണിന്റെ കെമിക്കൽ ഫോമുല കൂടെ പഠിച്ചു വെക്കുക. SnO2 എന്നാണ് കെമിക്കൽ ഫോമുല. കണ്ടോ ടിന്നിന്റെ ഓക്സൈഡ് ആണ്. അപ്പോൾ SnO2, Sn ആണ് ടിന്നിന്റെ സിമ്പൽ, SnO2 ആണ് ടിൻ സ്റ്റോൺ. ഒരു ഓർ കൂടെ ഉണ്ട്, അതാണ് കാസിറ്ററൈറ്റ് എന്ന് പറയുന്നത്. കാസിറ്ററൈറ്റ്. ഓക്കെ, അപ്പോൾ ടിൻ സ്റ്റോണും കാസിറ്ററൈറ്റും ഇതാണ് 2 പ്രധാനപ്പെട്ട വെളുത്തീയം അഥവാ ടിന്നിന്റെ ഓറുകൾ. അങ്ങനെയാണെങ്കിൽ ലെഡിന്റെ പ്രധാനപ്പെട്ട ഓറുകളാണ് ഗലീന. ഗലീനയാണ് എപ്പോഴും PS ചോദിക്കുക. ഒരെണ്ണം കൂടി പഠിച്ചു വെക്കുക, ലിത്താർജ്. ഗലീന, ലിത്താർജ്. ഇനി മറ്റൊന്ന് മെർക്കുറിയാണ്. എപ്പോഴും പരീക്ഷകളിൽ വരാറുള്ള, നമുക്കറിയാം സാധാരണ ഊഷ്മാവിൽ ദ്രാവക അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലോഹമാണ് മെർക്കുറി എന്ന് പറയുന്നത് അല്ലെ. മെർക്കുറി, Hg ആണ് സിമ്പൽ. മെർക്കുറിയുടെ പ്രധാനപ്പെട്ട ഓറാണ് സിന്നബാർ എന്ന് പറയുന്നത്. സിന്നബാർ, മെർക്കുറിയുടെ ഓർ ഏതാണ്? സിന്നബാർ. ഇനി അതുപോലെ ഒരു റീസൺ നടന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ചു, പാട്രോനൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? പാട്രോനൈറ്റ്. കണ്ടോ, ഇപ്പൊ നമ്മൾ നോക്കിയപ്പോ പെറ്റാലൈറ്റ്, പെൻലാൻഡൈറ്റ്, ഇത്തരത്തിൽ P വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കുറെ പേരുകൾ കണ്ടു. അതിനകത്ത് പൈറോലൂസൈറ്റ് നമ്മൾ കണ്ടു. അതേപോലെ അടുത്തൊരു പേരാണ് പാട്രോനൈറ്റ്. പാട്രോനൈറ്റ് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം വനേഡിയം എന്നായിരിക്കണം. വനേഡിയം, പീരിയോഡിക് ടേബിൾ ഒരു ഡി ബ്ലോക്ക് മെറ്റലായ വനേഡിയത്തെ വേർതിരിച്ചെടുക്കുന്ന ഓറാണ് പാട്രോനൈറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഒരു പരീക്ഷയുടെ റാങ്ക് മേക്കിംഗ് ചോദ്യമായിരുന്നു, ലൂണാർ കാസ്റ്റിക് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? അത് വളരെ റയർ ആയിട്ട് ചോദിച്ച ചോദ്യമാണ്, എന്നാൽ നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ലൂണാർ കാസ്റ്റിക് എന്ന് പറയുന്നത് വെള്ളിയുടെ ഒരു റയർ ആയിട്ടുള്ള ഒരു ഓറാണ്. ഓക്കെ, സിൽവർ അഥവാ വെള്ളിയുടെ ഓറാണ് ലൂണാർ കാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം വെള്ളിക്ക് Ag എന്ന സിമ്പൽ വരുന്നത് അർജന്റം എന്ന ലാറ്റിൻ പേരിൽ നിന്നാണ് അല്ലെ. അപ്പൊ ഈ പേരുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഓറ് കൂടെ വെള്ളിക്കുണ്ട്, അത് അർജന്റൈറ്റ് എന്നാണ്. അർജന്റൈറ്റ്. അപ്പോൾ ലൂണാർ കാസ്റ്റിക്, അർജന്റൈറ്റ്, ഇത് രണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം വെള്ളി അഥവാ സിൽവർ എന്നാണ്. സോ ഇത്രയുമാണ് പ്രധാനപ്പെട്ട മെറ്റലുകളും അവരുടെ ഓറുകളും നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഇതിൽ നിന്ന് ഒരു ചോദ്യം നമ്മുടെ വരാനിരിക്കുന്ന LGS എക്സാമിന് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെറ്റലുകൾ, അവരുടെ ഓറുകൾ, കറസ്പോണ്ടിങ് കെമിക്കൽ ഫോർമുലകൾ എന്താണെന്ന് വ്യക്തമായി എഴുതി പഠിക്കുക. ഇത്രയുമാണ് ധാതുക്കളും അയിരുകളും എന്നുള്ള സെഷനിൽ ഏറ്റവും പ്രൈമറി ആയിട്ട് LGS എക്സാമിന് നമ്മൾ പഠിക്കേണ്ടത്. ഇനി ഇതിന്റെ തുടർച്ചയായിട്ട് മറ്റു ടോപ്പിക്കുകളും അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട പോയിന്റ്സ് ഒക്കെ നമ്മൾ വരുന്ന സെഷനിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പഠിക്കുക. എല്ലാ LGS PQ പർവ്വത്തിന്റെ സീരീസ് നിങ്ങൾ മുടങ്ങാതെ കാണുക. ആപ്പ് എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കട്ടെ. നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം.